നല്ല രസമുണ്ട് എൻ്റെ ഷർട്ട്. എല്ലാവരും പൂരപ്പറമ്പിലേക്ക് പോകാൻ റെഡിയാണ് കേട്ടോ. ഞാനാണെന്നുവെച്ചെങ്കിൽ അമ്മ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ കറുത്ത അലുവയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്നൊരു കഷ്ണം എടുത്തിട്ട് കഴിക്കുകയാണ്. സിയമോൾ കോണി കയറി ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും പോകേണ്ട തിരക്കില്ല. അത് ഓരോരുത്തർക്ക് പൂരപ്പറമ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഓരോരുത്തർക്ക് എത്ര രൂപ വീതം കിട്ടിയിട്ടുണ്ടെന്ന് കൊടുന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. ഞാൻ ചോദിച്ചതാണ് അവരോടൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതാ 3 പേരൊക്കെ കൊടുന്ന് കാണിച്ചു തരുന്നുണ്ട്. അമ്മ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇക്കും ചേച്ചിക്കും മാത്രം തന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു വാങ്ങുകയാണ് നമ്മുടെ അടുത്ത് നിന്ന്. അങ്ങനെ ചോദിച്ചു വാങ്ങിയപ്പോൾ അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും 200 രൂപ വെച്ചിട്ട് തരുന്നുണ്ട് കേട്ടോ. സിയമോൾക്ക് ചേച്ചി ഡ്രസ്സൊക്കെ തല തിരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത്. ഞങ്ങളെല്ലാവരും കുറച്ച് നേരത്തെ തന്നെ പൂരം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പാപ്പൻ്റെ വീടും വലിയച്ഛൻ്റെ വീടൊക്കെ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി നിന്നാൽ എല്ലാം കാണാൻ പറ്റും. എഴുന്നള്ളിപ്പൊക്കെ വരുന്ന കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കുട്ടികളേനായിട്ട് പൂരപ്പറമ്പിലേക്ക് പോകുന്നു കേട്ടോ. അവരേനായിട്ട് പിന്നെ തിരക്കൊക്കെ അതിൻ്റെ ശേഷം വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ തിരക്കാവണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ കുട്ടികളായിട്ട് വന്നിട്ട് അവർക്ക് ഓരോന്നൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സിയമോളുടെയൊക്കെ ഡ്രസ്സ് കണ്ടില്ല, ആകെ ഐസ്ക്രീമിൽ കുളിച്ചിരിക്കുന്നു കുട്ടി. കുട്ടികളുടെ കോലം കണ്ടില്ല. ഇനി ഇവരുടെ ഒന്നും പൂരപ്പറമ്പിൽ നിർത്താൻ പറ്റില്ല കേട്ടോ. ദാനും ഇതാ സിയമോളുടെ ഐസ്ക്രീം എന്നൊക്കെ പറിച്ചിട്ടൊക്കെ തിന്നുന്നുണ്ട്. 2 എണ്ണത്തിന് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും അമ്മയുടെ അടുത്ത്. അമ്മ അവിടെ പാപ്പൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കി കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ എല്ലാം കാണാം. പൂരത്തിന് വരവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. സിയമോളുടെ ഒരു കോലം നോക്കിയൊക്കെ ഇനി എങ്ങനെ ഞാൻ ഇതിനെ വീട്ടിലേക്ക് എടുത്തിട്ട് കൊണ്ടാക്കുക. ചേച്ചി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാനാണെച്ചെങ്കിൽ വെള്ള ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് വന്നുള്ളത്. ചേച്ചി ഇതിട്ട് എടുത്ത് കൊണ്ടാവുക കേട്ടോ ചെയ്തത്. എനിക്ക് പൂരത്തിനൊക്കെ പോയാൽ കാണാൻ ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇവരുടെ ഈ കളി. തറയും പൂരത്തിനും ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുക. അതിൻ്റെ കളി കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വരവൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ പെണ്ണുങ്ങളുടെ ഡാൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവരൊരു വടിയും പിടിച്ചിട്ട് ഇങ്ങനെ എന്താണെന്ന് അറിയില്ല അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ശിങ്കാരിമേളം നടക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ കൂടെ ബാൻഡ് സെറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് അവസാനം പൂരപ്പറമ്പ് തന്നെയായി. ഇതൊക്കെ ഒന്നും കൂടാതെ ബാക്കിൽ സ്റ്റേജിൽ അതാ നാടൻ പാട്ട് നടക്കുന്നുണ്ട്. അവർക്കാകെ മൊത്തം ടൈമിംഗ് ഒന്നും കറക്റ്റായില്ല തോന്നുന്നു.